ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ആരോഗ്യ സംരക്ഷണ മേഖല സാങ്കേതിക വിദ്യയെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗികളുടെ ഡേറ്റ സംരക്ഷിക്കുന്നതിലും അതിൻ്റെ മാനേജ്മെൻറ്റിലും. EHR അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം രോഗി പരിചരണം, കാര്യക്ഷമത, പ്രവർത്തനക്ഷമത എന്നിവയിൽ മികച്ച സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇതുണ്ടാക്കുന്ന ആശങ്കകളും പ്രശ്നങ്ങളും ചെറുതല്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മെഡിക്കൽ റെക്കോർഡ് ഹാക്കിംഗ് അഥവാ മെഡിക്കൽ രേഖകളിലേക്കുള്ള അനധികൃതമായ നുഴഞ്ഞുകയറ്റം. വ്യക്തികൾക്കും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്കും ഇത് ഒരുപോലെ ഭീഷണിയാണ്. ഇന്ന് നമ്മളിത് പറയാൻ കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് തിരുവനന്തപുരം RCC റീജിയണൽ ക്യാൻസർ സെന്ററിലുണ്ടായ ഒരു സൈബർ ആക്രമണത്തെ മെഡിക്കൽ റെക്കോർഡ് ഹാക്കിങ്ങിന്റെ വാർത്തയെ തുടർന്നാണ്. ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലേക്ക് അനധികൃതമായി അനുവാദമില്ലാതെ കടന്നു കയറുകയും അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കുകയും ചോർത്തുകയും ചെയ്യുന്നതാണ് ഹാക്കിംഗ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 28-ാം തീയതി നടന്ന ഒരു റാൻസംവെയർ അറ്റാക്കിൽ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ റേഡിയേഷൻ വിഭാഗം ഉൾപ്പെടെ നിരവധി ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനം മോതാൽക്കായി എന്ന് റിപ്പോർട്ടുകൾ. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന ഒരു രീതിയാണ് ഹാക്കർമാർ RCCക്കെതിരെ പ്രയോഗിച്ചത് എന്ന് ഇതിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. പാസ്വേഡുകൾ തകർക്കാൻ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ക്രമമാറ്റങ്ങളും ഹാക്കർമാർ ഉപയോഗിക്കുന്ന രീതിയാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ സംഭവത്തിന് ശേഷം RCC അധികാരികൾക്ക് ഹാക്കർമാരിൽ നിന്നും മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സന്ദേശം ലഭിക്കുകയുണ്ടായി എന്നും പറയപ്പെടുന്നു. $100 മില്യൺ ഇവർ ആവശ്യപ്പെട്ടത്, അതും ക്രിപ്റ്റോ കറൻസിയിൽ. നമ്മൾ ഒരുപാട് തരം സൈബർ തട്ടിപ്പിനെ കുറിച്ച് നിരന്തരം വാർത്തകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ രേഖകളിൽ ഹാക്കർമാർക്ക് എന്താണ് ഇത്ര താല്പര്യം? ഒരിക്കൽ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ ഈ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ സെൻസിറ്റീവ് രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാമാണ് ചെയ്യുന്നത്? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മെഡിക്കൽ റെക്കോർഡ് ഹാക്കിങ്ങിന്റെ ഇരുണ്ട ലോകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഹാക്കർമാർക്ക് എന്താണ് മെഡിക്കൽ റെക്കോർഡുകളിൽ ഇത്ര താല്പര്യം? ഒരിക്കൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ എന്താണ് ഇതുകൊണ്ട് ചെയ്യുന്നത്? ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന വളർന്നു വരുന്ന ഒരു ഭീഷണിയാണ് മെഡിക്കൽ റെക്കോർഡ് ഹാക്കിംഗ്. ഇതിനെക്കുറിച്ച് സംസാരിക്കും മുമ്പ് എന്തുകൊണ്ട് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹാക്കർമാർ മെഡിക്കൽ രേഖകൾ മോഷ്ടിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക ഇടപാടിനായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് ബാങ്കുകളെയാണ്. നമുക്കറിയാം, അവിടെ നമുക്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. ആ അക്കൗണ്ടിലായിരിക്കും നമ്മൾ നമ്മുടെ നിക്ഷേപം നടത്തുക. ഡിജിറ്റലായി കൈകാര്യം ചെയ്യാൻ ആ അക്കൗണ്ടോട് ബന്ധപ്പെട്ട് നമുക്കൊരു ഡെബിറ്റ് കാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ATM കാർഡ് ഉണ്ടാവും. ആ കാർഡിന് ഒരു നമ്പർ ഉണ്ടാവും. അത് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്കൊരു പിൻ നമ്പർ ഉണ്ടാവും. ഇനി നമുക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. ആ ക്രെഡിറ്റ് കാർഡിന് ഒരു നമ്പർ ഉണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പിൻ നമ്പർ ഉണ്ട്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ വേണ്ട എന്ന് വയ്ക്കാവുന്നതാണ്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, പിൻവലിക്കാം. ATM കാർഡ് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യാം. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മെഡിക്കൽ രേഖകളിൽ നമുക്ക് മാറ്റാനോ റദ്ദാക്കാനോ കഴിയാത്ത വിവരങ്ങളാണുള്ളത്. എന്തുകൊണ്ടാണ് ഹാക്കർമാർക്ക് മെഡിക്കൽ രേഖകൾ മോഷ്ടിക്കാൻ ഇത്ര താല്പര്യം? മെഡിക്കൽ രേഖകളിൽ നമ്മുടെ സ്ഥിരവും വ്യക്തിഗതവുമായ വിവരങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജനന തീയതി, സാമൂഹിക സുരക്ഷാ നമ്പർ, മെഡിക്കൽ ചരിത്രം, ഇൻഷുറൻസിന്റെ വിശദാംശങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുന്നു. ഈ ഡേറ്റയെല്ലാം ഹാക്കർമാർക്ക് അവിശ്വസനീയമായ വിധം അമൂല്യമായ നിധിയാണ്. ഒരിക്കൽ കയ്യിൽ കിട്ടിയാൽ ഹാക്കർമാർ ഇതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? മെഡിക്കൽ രേഖകൾക്ക് ഡാർക്ക് വെബിൽ ഉയർന്ന വില ലഭിക്കും. ഡാർക്ക് വെബിൽ മെഡിക്കൽ രേഖകൾ വിൽക്കാനും അത് വാങ്ങാനും ധാരാളം ആളുകൾ തയ്യാറായത്. പലപ്പോഴും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളെക്കാൾ 10 ഇരട്ടി തുകയ്ക്കാണ് മെഡിക്കൽ രേഖകൾ ഡാർക്ക് വെബിൽ വിറ്റ് പോകുന്നത്. ഹാക്കർമാരോ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ വാങ്ങുന്നവരോ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഐഡന്റിറ്റി തട്ടിപ്പ്, സാമ്പത്തിക തിരിമറികൾ, മെഡിക്കൽ തിരിമറികൾ ഇതെല്ലാം നടത്താൻ സാധ്യതയുണ്ട്. ഐഡന്റിറ്റി മോഷണം, സാമ്പത്തിക തട്ടിപ്പ്, മെഡിക്കൽ തട്ടിപ്പ് മുതലായവ നടത്താനുള്ള ഒരു വലിയ വാതിലാണ് തുറന്നു കിട്ടുന്നത് എന്നതാണ് ഹാക്കർമാരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ചോദ്യം, മോഷ്ടിക്കപ്പെട്ട രേഖകൾ കൊണ്ട് ഹാക്കർമാർ അല്ലെങ്കിൽ ഇത് വാങ്ങുന്നവർ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയെല്ലാമാണ് നമ്മൾ തട്ടിപ്പിന് ഇരയാകുക എന്നാണ്. ഓരോന്നായി നമുക്ക് നോക്കാം. ഈ ഡേറ്റ അവർ ചൂഷണം ചെയ്യുന്ന ചില സാധാരണ വഴികൾ ഈ പറയുന്നവയാണ്. ഒന്നാമത്തേത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഡാർക്ക് വെബിൽ വിൽക്കുക. ഈ രേഖകൾ വാങ്ങുന്ന ആൾക്കാർ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു തട്ടിപ്പാണ് ഐഡന്റിറ്റി തട്ടിപ്പ് അല്ലെങ്കിൽ ആൾമാറാട്ടം. പുതിയ ക്രെഡിറ്റ് അക്കൗണ്ട് തുറക്കുന്നതിനും വായ്പ എടുക്കുന്നതിനും ഇനി അതെല്ലാം മറ്റ് പല രീതിയിലുള്ള ഐഡന്റിറ്റി തട്ടിപ്പിനും ഇത്തരം വിവരങ്ങൾ ഹാക്കർമാർ അല്ലെങ്കിൽ വാങ്ങുന്നവർ ഉപയോഗിക്കും. ആരുടെ മെഡിക്കൽ രേഖയാണോ മോഷ്ടിക്കപ്പെട്ടത് അയാളുടെ പേരിലായിരിക്കും ഈ തിരിമറിയെല്ലാം നടക്കുന്നത്. മനസ്സറിയാത്ത കാര്യത്തിന് അയാൾ നിയമക്കുരുക്കിലാകുകയും ചെയ്യും. രണ്ടാമതായി, വഞ്ചനാപരമായ മെഡിക്കൽ ക്ലെയിമുകൾ ഉണ്ടാക്കുന്നത്. രേഖകൾ മോഷ്ടിക്കപ്പെട്ട ആളുടെ ഇൻഷുറൻസ് വിവരങ്ങൾ വെച്ചുകൊണ്ട് ഹാക്കർമാർ തെറ്റായ ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്നു. ഇതും നിങ്ങളുടെ കയ്യിൽ നടക്കുന്ന ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പാണ്. പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ അനധികൃതമായി കൈക്കലാക്കുകയും അത് നിയമവിരുദ്ധമായി വിൽക്കുകയും ചെയ്യുന്നതാണ് മറ്റൊന്ന്. നമുക്കറിയാം, എല്ലാ മരുന്നുകളും നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ വെറുതെ വാങ്ങാൻ കിട്ടുകയും ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചില മരുന്നുകൾ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുകയുള്ളൂ. മോഷ്ടിക്കപ്പെട്ട ആളുടെ രേഖകളിൽ ഇത്തരം മരുന്നുകൾ ഉണ്ട് എങ്കിൽ ഹാക്കർമാർക്ക് ഈ മരുന്നുകൾ വാങ്ങാനും
അത് നിയമവിരുദ്ധമായി വിൽപ്പന നടത്താൻ പറ്റും. ബ്ലാക്ക് മെയിലിംഗും കവർച്ചയുമാണ് ഇനി മറ്റൊന്ന്. വ്യക്തികളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അവരിൽ നിന്ന് പണം കവയ്ക്കലാക്കാനോ ഇത്തരം സെൻസിറ്റീവായ വിവരങ്ങൾ ഹാക്കർമാരോ അല്ലെങ്കിൽ അത് വാങ്ങുന്നവരോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. മെഡിക്കൽ റെക്കോർഡ് ഹാക്കിങ്ങിന്റെ സ്വാധീനവും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും വളരെ ആഴമേറിയതും ദൂരവ്യാപകവുമാണ്. സാമ്പത്തിക നഷ്ടം, ക്രെഡിറ്റ് സ്കോറിന്റെ നാശം, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നിവയെല്ലാം ഇരകൾ അനുഭവിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ മാത്രമാണ്. ആരോഗ്യ സംരക്ഷണ വ്യവസായ രംഗത്ത് തന്നെ ഗുരുതരമായ ഭീഷണിയാണ് മെഡിക്കൽ റെക്കോർഡ് ഹാക്കിംഗ്. രോഗി പരിചരണത്തെയും രോഗികളുടെ വിശ്വാസത്തെയുമാണ് ഇത് ബാധിക്കുക. ഒന്നാമതായി മെഡിക്കൽ റെക്കോർഡ് ഹാക്കിങ്ങിന്റെ ആഘാതം വെറും അസൗകര്യത്തിനപ്പുറം നീളുന്നു എന്നുള്ളതാണ്. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ രോഗിയുടെ സ്വകാര്യത പരമപ്രധാനം. അതുകൊണ്ട് തന്നെ മെഡിക്കൽ രേഖകളിലേക്കുള്ള അനധികൃതമായ കടന്നുകയറ്റം മൗലിക അവകാശ ലംഘനമാണ്. രോഗനിർണയം, ചികിത്സാ പദ്ധതികൾ, മരുന്നുകളുടെ ചരിത്രം എന്നിവ പോലെയുള്ള വ്യക്തിഗത ആരോഗ്യ വിവരങ്ങൾ വളരെ സെൻസിറ്റീവാണ്. ഇത്തരം ഡാറ്റകൾ മോഷ്ടിക്കപ്പെട്ടാൽ ദുരുദ്ദേശപരമായ കാര്യങ്ങൾക്കായി അവ വിനിയോഗിക്കപ്പെടാം എന്നുള്ളതാണ് ഇതിലെ ഭീഷണി. ഐഡന്റിറ്റി മോഷണം, ഇൻഷുറൻസ് തട്ടിപ്പ്, ബ്ലാക്ക് മെയിൽ, മറ്റ് സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവയെല്ലാം ഇരകൾ അനുഭവിക്കാൻ പോകുന്ന മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഫലപ്രദമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പു നൽകുന്നതിന് മെഡിക്കൽ രേഖകളുടെ അല്ലെങ്കിൽ മെഡിക്കൽ ഡേറ്റകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഹാക്കർമാർക്ക് EHR സിസ്റ്റങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് രോഗികളെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഇല്ലാതാക്കാനാവും. ഇങ്ങനെ ഒരു അട്ടിമറി ഉണ്ടാവുകയാണെങ്കിൽ അത് തെറ്റായ രോഗനിർണയം, അനുചിതമായ ചികിത്സകൾ, ചിലപ്പോൾ ചികിത്സ വൈകിപ്പോകാനിടയാവുക എന്നിവയെല്ലാം കലർന്നിരിക്കും. ഒരുപക്ഷെ അത് രോഗിയുടെ ജീവൻ തന്നെ ഭീഷണിയായി മാറിയേക്കാം. വ്യക്തികൾക്ക് നേരിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പുറമെ ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കും സേവനദാതാക്കൾക്കും മെഡിക്കൽ റെക്കോർഡ് ഹാക്കിംഗ് ഉണ്ടാകുന്ന തലവേദന ചിലവയാണ്. ഡേറ്റാ ചോർച്ച മൂലമുണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ, അതിന് നിയമപരമായി ഒടുക്കേണ്ടി വരുന്ന പിഴ, മറ്റ് നിയമപ്രശ്നങ്ങൾ, അതിൻ്റെ നൂലാമാലകൾ, ഇതെല്ലാം ഇത്തരം സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളാണ്. ഇത്തരം ആരോഗ്യ സേവന സ്ഥാപനങ്ങളുടെ സുരക്ഷിതത്വവും വിശ്വാസ്യതയും പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് മറ്റൊരു പ്രശ്നം. ഇതൊന്നും കൂടാതെ സൈബർ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ അന്വേഷിക്കാനും അത് ലഘൂകരിക്കാനും ആവശ്യമായ പ്രവർത്തനം നടത്താൻ ഉള്ള സമയം, ആ പ്രവർത്തനത്തിന് ആവശ്യമായി വരുന്ന സാമ്പത്തിക ബാധ്യത, ഇതെല്ലാം ആ സ്ഥാപനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതിനാൽ ഇത്തരം ഭീഷണികളിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമതായി നമ്മുടെ മെഡിക്കൽ രേഖകൾ നിരന്തരം പരിശോധിക്കുക. എന്തെങ്കിലും അസാധാരണമായ ഇടപാടുകൾ നമ്മുടെ മെഡിക്കൽ രേഖകൾ നടക്കുന്നുണ്ടോ എന്ന് നിരന്തരം നമ്മുടെ മെഡിക്കൽ രേഖകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഇത്തരം പരിശോധനകളിലൂടെ നമുക്ക് അറിയാൻ പറ്റും. രണ്ടാമതായി ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. ശക്തവും സവിശേഷവുമായ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ചേർന്ന പാസ്വേഡുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ട് ബലപ്പെടുത്തുക, സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി. ഫിഷിംഗ് തട്ടിപ്പുകളെ കുറിച്ച് ബോധവാനായിട്ടിരിക്കുക. ഏതെങ്കിലും ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വ്യക്തിഗതമായ ഡേറ്റകൾ കൊടുക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും ഉറവിടത്തിന്റെ വിശ്വാസ്യത പരിശോധിക്കുക. നാലാമതായി സംശയാസ്പദമായ എന്തൊരു പ്രവർത്തനവും ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടിൽ അസാധാരണമായ എന്തെങ്കിലും ഇടപാടുകൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസ്വാഭാവികമായ എന്തെങ്കിലും ഇടപാടുകൾ കാണുന്നുണ്ടെങ്കിൽ ആരോഗ്യ പരിരക്ഷാ ദാതാവിനെയും ഇൻഷുറൻസ് കമ്പനിയെയും അപ്പോൾ തന്നെ വിവരമറിയിക്കുക. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ അക്കൗണ്ട് ഒരു പരിധിവരെ നമുക്ക് സുരക്ഷിതമായി നിർത്താനായിട്ട് സാധിക്കും. മെഡിക്കൽ റെക്കോർഡ് ഹാക്കിംഗ് ഭീഷണികളെ നേരിടാൻ വളരെ വിശാലമായ ഒരു ബഹുമുഖ സമീപനം അത്യാവശ്യമാണ്. ആരോഗ്യ സംരക്ഷണ സംഘടനകൾ EHRകളെ സംരക്ഷിക്കാനായിട്ട് എൻക്രിപ്ഷൻ, മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ, നുഴഞ്ഞുകയറ്റം കണ്ടെത്താൻ സഹായിക്കുന്ന സംവിധാനങ്ങൾ തുടങ്ങിയ നൂതന സാങ്കേതിക മേഖലയിൽ നിക്ഷേപം നടത്തണം. വളർന്നു വരുന്ന ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് കൃത്യമായും പതിവായുമുള്ള സുരക്ഷാ ഓഡിറ്റുകൾ, സൈബർ സുരക്ഷയുള്ള മികച്ച സമ്പ്രദായങ്ങളെക്കുറിച്ച് സ്റ്റാഫിന് കൃത്യമായ പരിശീലനം കൊടുക്കുക എന്നിവയെല്ലാം അത്യാവശ്യമാണ്. രോഗികളുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിനും പരിചരണത്തിന്റെ നിലവാരം നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ സ്ഥിരത സംരക്ഷിക്കുന്നതിനും മെഡിക്കൽ ഡേറ്റയുടെ സ്വകാര്യത, സമഗ്രത, ലഭ്യത എന്നിവ സംരക്ഷിക്കുന്നത് അത്യാവശ്യമാണ്. സജീവമായ സൈബർ സുരക്ഷാ നടപടികൾ, അതിന്റെ കൃത്യമായ നിയന്ത്രണം, ഉയർന്ന അവബോധം എന്നിവയുടെ ബന്ധപ്പെട്ടവർക്ക് ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കാനും എല്ലാവർക്കും സുരക്ഷിതമായ ഡിജിറ്റൽ ആരോഗ്യ പരിരക്ഷാ അന്തരീക്ഷം വളർത്താൻ കഴിയും. മറ്റു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക്